വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാണിങ്ങിന്റെ ഒരു സിമ്പിളൊക്കെ കാണുന്നുണ്ട്. അതൊന്നും നോക്കണ്ട, സർവീസിന്റെ എന്തോ ഒരു ഇതാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. കുറെ കാലമായിട്ട് ആ വാണിങ് ഇങ്ങനെ കത്തിക്കിടക്കുന്നുണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ ലിവർ ഇതാ ഇങ്ങോട്ട് വലിക്കും തോറും ഈ ബക്കറ്റിൻ്റെ ബൂം ഇങ്ങനെ പൊങ്ങി വരും. സിമ്പിൾ പരിപാടിയാണ്. JCB പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഈ ഒരു ലിവർ ഇതാ, ഇത് ഇങ്ങോട്ട് ഒരു ആംഗിളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ബക്കറ്റ് മടങ്ങും. ബക്കറ്റ് മടങ്ങി ഈ സൈഡിലോട്ട് തട്ടാറായി. അതാ അവിടെ തട്ടി. അപ്പോൾ നമ്മൾ എന്ത് പണി എടുക്കുക, ഈ ലിവർ ഇങ്ങോട്ടേക്ക് ആക്കുക. സ്റ്റിക്ക് ഉണ്ടോ പൊങ്ങി വരുന്നത്. എന്നിട്ട് ബക്കറ്റ് ഇതാ ഇങ്ങോട്ടാക്കിയിട്ട് മടക്കും. എന്നിട്ട് ഈ ലിവർ ഇതാ ഇങ്ങോട്ടേക്ക് കേട്ടോ, ഉണ്ടോ കാണാൻ വരുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് സൈഡിലോട്ടാക്കണമെങ്കിൽ ഇതാ ഇത് ഇങ്ങോട്ടേക്ക്. ഓക്കെ, സൂര്യനൊക്കെ ഉദിച്ചുയർന്നു വരുന്നേ ഉള്ളൂ. നമ്മളിതാ നമ്മുടെ സൈറ്റിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡൊക്കെ ഇതാ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇന്റർലോക്കിന്റെ മാർക്ക് ഇതാ ചെറിയ ചെറിയ വിട്ട ഭാഗങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നല്ലൊരു സർവീസ് റോഡാണ് ഇത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയായത്. ഇതാ നോക്കിയേ, നമ്മുടെ സർവീസ് റോഡിന്റെ സൈഡിലായിട്ട് കൂട്ടിയിട്ട വേസ്റ്റ് കണ്ടോ. ഇത് നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഈ ജനങ്ങളെല്ലാം എന്താ ഇങ്ങനെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മൊത്തത്തിൽ വേസ്റ്റാണ് കേട്ടോ. അതോ മൊത്തം താഴെയൊക്കെ കംപ്ലീറ്റ് കച്ചറയാണ്. ഇവിടെയൊക്കെ മൊത്തം കച്ചറ. ഒത്തിരി നല്ലൊരു റോഡ്, എത്ര വർക്കേഴ്സ്, എത്ര ആളുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾ, ഇത് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇവിടെ ഡെയിലി ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടി കൂടി വരികയാണ്. ഡെയിലി ആളുകൾ ഇങ്ങനെ വേസ്റ്റ് ചാടുന്നുണ്ട്. ഇത്രത്തോളം ഏരിയയിൽ മൊത്തം വേസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതാ ഹാൻഡ് റോളർ ഇറക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിവിടെ ഹാൻഡ് റോളർ തൂക്കി ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഇന്റർലോക്ക് വെക്കുന്ന അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ GSP ഒക്കെ ലെവലാക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളൊരു വഴി കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്യാനുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ടിപ്പർ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ടിപ്പർ ഇതാ നമ്മുടെ മുന്നിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വഴി കട്ട് ചെയ്ത് ഇതിലേക്ക് ലോഡാക്കണം. അപ്പം നമ്മുടെ ലോറി ഇതാ നമ്മുടെ ഇവിടെ ലോഡാക്കി വിട്ടിട്ടുണ്ട്. കുറച്ച് ഏരിയ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വഴിയുടെ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് പോവാണ്. നമ്മളിപ്പോൾ മഞ്ചേശ്വരം ഭാഗത്തായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതാ മൊത്തം GSP ഒക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വഴിയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് കോൺക്രീറ്റിൻ്റെ ഒരു പീസൊക്കെ ചെയ്യാനുണ്ട് സൈഡിലായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും കട്ട് ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇൻ്റർലോക്ക് വെക്കാനുള്ള ഈ ഒരു ലെവൽ തന്നെയാണ് ഇപ്പം കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. വെയിൽ നല്ല വെയിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. നമ്മുടെ അല്ല, ഇത് നമ്മളെ മുടിയാൻ പോകുന്ന വണ്ടിയാണ്. അപ്പോൾ മുടിയൻ ലീവായതുകൊണ്ട് അപ്പോൾ നമ്മളാണ് ഇപ്പോൾ ഇതിലുള്ളത്. AC ഒക്കെ ഉണ്ട് തലയുടെ മുകളിലായിട്ട്. പക്ഷേങ്കിൽ വലിയ തണുപ്പൊന്നും ഇല്ല. തണുപ്പില്ല എന്നല്ല, തണുപ്പേ ഇല്ല, ചെറിയൊരു ചൂട് കുറവുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് സെറ്റപ്പ്. രാവിലെ തന്നെ എന്തോ ക്ഷീണമായതുകൊണ്ട് തന്നെ എനർജി ഡ്രിങ്ക് വാങ്ങി അങ്ങ് കുടിച്ചു. പക്ഷെ ഇതും വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ടിപ്പർ വരണം. ഇപ്പോൾ ടീ ബ്രേക്കാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ടിപ്പർ വരും. നമുക്ക് ഈ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം വേറെ ചെറിയ ചെറിയ പണി ബാക്കിയുണ്ട്. മുടിയനില്ലേ, മുടിയൻ ട്രിപ്പ് പോയതാണ് കേട്ടോ.
അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ ഇപ്പൊ മുടിയും വരും. അതുവരെ ഞാൻ ഈ വണ്ടി തന്നെയായിരിക്കും. നമ്മുടെ ബോക്കറ്റ് ചെറിയ കംപ്ലൈന്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ അത് നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ മുടിയം വന്നതിന് ശേഷം മിക്കവാറും നമ്മളതിന്റെ ബോക്കറ്റിലായിരിക്കും. ബോക്കറ്റിന്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലെവലാക്കാനും ഇങ്ങനത്തെ ഒരുപാട് വർക്കുണ്ട് നമ്മുടെ ബോക്കറ്റുണ്ട്. അപ്പോൾ അത് ശരിയായിട്ട് നമുക്ക് ഇനി കുറച്ച് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ വർക്ക് ഉണ്ടെന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നമ്മളെ ലൈഫ് ഇങ്ങനെ തന്നെയാണ്. ഈ എന്താ പറയാ, അവിടെ പണി ഇവിടെ പണി, പണിയോട് പണി, കംപ്ലീറ്റ് പണി. നമ്മുടെ റോഡ് ഞാൻ കാണിച്ചു തരാം. നല്ല ടാറായിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ റോഡ് മുന്നിൽ. നല്ലൊരു ക്യൂട്ടായിട്ടാണ് നമ്മുടെ റോഡ് ഉള്ളത്. ഇനി മൊത്തം പണി കഴിഞ്ഞാൽ എന്താ ഇപ്പം ചെയ്യുക? ക്രൂസ് കൺട്രോളുള്ള വണ്ടിയല്ലാണെങ്കിൽ വെച്ചിളക്കി അങ്ങ് പോയാൽ മതി. കഥയൊക്കെ പറഞ്ഞ് സമയം പോലും നമുക്ക് മനസ്സിലാവില്ല. നല്ലൊരു വൈബായിരിക്കും. നല്ല ചൂടുണ്ട് കേട്ടോ. റോഡിന്റെ മുകളിൽ വെയിലടിച്ചിട്ട് റോഡ് ഇങ്ങനെ പതച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചൂട് ഇങ്ങനെ താഴെന്നും ചൂട് വരുന്നുണ്ട്, മുകളിലും ചൂട് വരുന്നുണ്ട്. ചൂട് ഒരു രക്ഷയുമില്ല. നമ്മൾ ടിപ്പർ ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ടിപ്പറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മുന്നിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പൊ നമ്മുടെ ലോറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള ഒരു ചെറിയൊരു കട്ടയും കൂടിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. വേറൊരു പണി വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വേറൊരു പണിയുണ്ട്, അത് ചെയ്യണം. അപ്പോൾ ലോറിയൊക്കെ ലോഡായി. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കോൺക്രീറ്റ് റോഡിൽ നമ്മൾ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് ചെറുതായിരുന്നു കട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവിടെയുള്ള കച്ചറൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെയുള്ള ഈ കച്ചറ നമ്മളിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ കോരിയെടുക്കാനുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ. ഇത്രത്തോളം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ സോൾവ് ആക്കിയിട്ടാണ് പോകുന്നത്. വേറെ ഓപ്ഷനും കാര്യമില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നാളെ ഇതിലൂടെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ തന്നെ പോകണം. അപ്പോൾ അതിനു മുമ്പ് കോൺക്രീറ്റിന്റെ വർക്ക് തീർക്കണം. നമ്മളെ ഇവിടെയുള്ള പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തിട്ട മൊത്തത്തിലുള്ള ഏരിയ. ഇനി നമുക്ക് അടുത്ത പണി വന്നിട്ടുണ്ട്. ഇനി അവിടത്തേക്ക് പോവാണ്. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ വേറെ ടീം വന്ന് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഗായ്സ് നമ്മുടെ അവിടെയുള്ള പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പണി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്തുള്ള നമ്മുടെ നാഷണൽ ഹൈവേ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു വൈബാണ് ഇതിലൂടെ പോകാൻ. വേറെ ഒന്നും ചിന്തിക്കണ്ട. ആക്സിലേറ്റർ ചവിട്ടികളെ പിടിച്ചാൽ മതി, വണ്ടി അങ്ങോട്ട് പറന്നോളൂ. പിന്നെ വണ്ടി അങ്ങനെ പറക്കൊന്നുമില്ല കേട്ടോ. നമ്മുടെ JCB ആണിത്. 39-40 ആ റേഞ്ചിൽ മാത്രമേ വണ്ടി പോവുള്ളൂ. അതാണ് ഇതിന്റെ മാക്സിമം സ്പീഡ്. എന്നാണ് ഈ റോഡൊന്ന് നോക്കിയാൽ നല്ല അടിപൊളിയല്ലേ. ഇതാട്ടോ നമ്മൾ അടുത്ത പണി. ഇവിടെയുള്ള ഈ ഡൈവേഷൻ ചെയ്ത സാധനങ്ങൾ നമുക്ക് പൊട്ടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പം നമ്മൾ ഏതാണ്ട് കുറേ സ്ഥലങ്ങളെല്ലാം ഇളക്കി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഏരിയ ഇതുപോലെ തന്നെ ഇളക്കാനുണ്ട്. അപ്പം അതിൻ്റെ പണി ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിത് റോഡിൻ്റെ നടുവിലാണ് കേട്ടോ വണ്ടി വെച്ചത്. ഈ റോഡ് ക്ലോസ് ആണ്. അതിനിടയ്ക്ക് ഒരു ചങ്ങായി കയറി പോകുന്നുണ്ട്. അവിടെ ഡൈവേഷനും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തതാണ്. അപ്പൊ ഗായ്സ് നമ്മൾ താറ് പൊളിച്ച ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട്. നമ്മുടെ കേബിളിന്റെ പണിക്കാർ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. താറ് പൊളിച്ച് ഇങ്ങനെ പൊളിച്ചു പോകുന്നുണ്ട്. കുറച്ച് ചോറുള്ള പരിപാടിയാണ്. കാരണം സെൻട്രൽ അപ്പുറം ഇപ്പുറം കട്ട് ചെയ്തിട്ട് നടുവിലാണ് നമ്മളിങ്ങനെ ചുരണ്ടി പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ കേബിൾ കാർ ഇതാ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളമാണ് നമ്മൾ കട്ട് ചെയ്തത്. ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്തെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യാൻ കുറച്ച് റിസ്ക് ഉള്ള പണി തന്നെയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതിൽ പണിക്കാരിങ്ങനെ കമ്പിയൊക്കെ ഇട്ട് പൊട്ടി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, ക്ലിയറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇടക്കിടത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പണി കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മുടെ അവിടുത്തെ പണി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇതാ
വേറൊരു പണിക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തോ മണ്ണും കാര്യങ്ങളൊക്കെ എന്തോ തട്ടി റെഡിയാക്കേണ്ട പണിയാണ്. അപ്പോൾ നമ്മുടെ ഹൈവേ നോക്കും വളരെ മനോഹരമായിട്ട് തോന്നില്ലേ, അതിൻ്റെ അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത സൈഡിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്ന മണ്ണ് മൊത്തം നമ്മളിനിട്ട് തട്ടി ലെവലാക്കണം. ഈ സൈഡിലായിട്ട് മൊത്തം ഫില്ലാക്കി വെക്കണം. ഇനിയിപ്പോൾ അതാണ് പണി. അപ്പോൾ ഗൈസ് ഈ മണ്ണൊക്കെ നമ്മൾ ഇവിടെ തട്ടി ലെവലാക്കണം. മൊത്തത്തിൽ ഇതാ ഈ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഈ മണ്ണ് തട്ടി ലെവലാക്കണം. അതാണ് നമ്മുടെ അടുത്ത പണി. നമ്മുടെ വണ്ടിയോടെ കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.